കോട്ടയം കാഞ്ഞിരമറ്റത്താണ് താമസിക്കുന്നത്. ഞാൻ ദുബൈയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ നാട്ടിലുണ്ട്. എന്റെ ഒരു റിസൾട്ട് തന്നെ ഞാൻ ആദ്യമേ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി എന്ന് പറഞ്ഞാൽ എന്റെ മുടി ഒത്തിരി കൊഴിഞ്ഞിട്ട് വളരെ തിക്നെസ് ഒന്നും ഇല്ലാതെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ നമ്മുടെ ഈ പ്രൊഡക്റ്റ്, നമ്മുടെ ഓൺ ആൻഡ് ഓണിന്റെ മഹാബൃംഗരാജ് ഓയില് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. ആദ്യം എനിക്ക് ഈ ആയുർവേദത്തിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നേ. വിശ്വാസമൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് ഞാൻ ഈ ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, എന്നാണെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞാനിത് ഉപയോഗിച്ചു നോക്കി. ആദ്യമേ ഞാനിത് എന്താ പറയാ, ഞാൻ ഈ ഉപയോഗിച്ചു ഈ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തു ഞാൻ ഈ മഹാബൃംഗരാജ് ഓയിൽ. അതിന്റെ കൂടെ തന്നെ 95 ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ പുറമേ നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു റിസൾട്ട് വരുന്നില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ ആന്റി ഓക്സിഡന്റ് റിച്ച് ആണല്ലോ നമ്മുടെ 95-ല്. അപ്പം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ പരട്ടുന്നതിനോടൊപ്പം നമ്മൾ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള 95 കൂടെ ഞാൻ യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് വന്നത്. അതൊന്നും ഞാൻ അത്ര നോട്ടീസ് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പോയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ വീടിന് അടുത്തുള്ളവരും എന്റെ നെയ്ബേഴ്സും റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി, നിന്റെ മുടിക്ക് നല്ല വ്യത്യാസം ഉണ്ടല്ലോ, മുടിയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ടല്ലോ, എന്താ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ ഈ ഓയിലും 95 ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ ഒത്തിരി പേര് പറഞ്ഞിങ്ങനെ, അങ്ങനെ ഞാനത് ഒത്തിരി പേർക്ക് റെക്കമെൻഡ് ചെയ്തു. അപ്പൊ ഈ ജർമ്മനിയിലൊക്കെ ഉള്ള നഴ്സസ് ഒക്കെ ഈ നാട്ടിലൊക്കെ ലീവിനൊക്കെ വന്നപ്പം അവര് കുറെ വാങ്ങിച്ചു. UK-ക്കൊക്കെ ഞാൻ ഒരുപാട് സാധനം അങ്ങനെ കൊടുത്തു വിട്ടു. അത് ഒന്നാമത്തെ ഒരു റിസൾട്ടാണ്. പിന്നെ ഞാൻ വന്നപ്പോ എന്റെ അമ്മ ബെഡ്രിഡൻ ആയിട്ട് കുറെ നാള് കൊണ്ട് ബ്ലഡ് ഷുഗർ ഒക്കെ ഒത്തിരി ഹൈ ആയിരുന്നു. പിന്നെ അമ്മച്ചി ഏജ്ഡ് ആയിരുന്നതുകൊണ്ട് തന്നെ ബെഡ്രിഡൻ ആയപ്പം അമ്മച്ചിക്ക് ഇങ്ങനെ ഡയബറ്റിക് വൂണ്ട് ഉണ്ടായിരുന്നു. അത് ഒത്തിരി ഹീൽ ആവാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു ചേച്ചിയെ നോക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ നമ്മുടെ വൂണ്ട് ഹീലിംഗ് ക്രീം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് തിരിച്ചും മറിച്ചും അമ്മച്ചിയെ പൊസിഷൻ ഒക്കെ ചേഞ്ച് ചെയ്യണം, ഇതെല്ലാം പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പാലിയേറ്റീവ് കെയറിലെ നഴ്സസ് ഉണ്ടല്ലോ, അവര് വന്നിട്ട് ഹെൽത്തിന്ന് വന്നിട്ട് പറഞ്ഞു ഈ ക്രീം ഇതൊന്നും യൂസ് ചെയ്യണ്ട, കാരണം ഇതൊന്നും നമുക്കറിയത്തില്ല, ഇത് ആയുർവേദമല്ല, ഇതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനാണ് അമ്മച്ചിയുടെ മോളാ പറയുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാ മതി, ഇതങ്ങ് ഉപയോഗിച്ചോളാൻ പറഞ്ഞ് ഞാൻ ധൈര്യമായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് പിന്നെ അവരിങ്ങനെ ഫോളോ അപ്പിന് വരുമല്ലോ, ഫോളോ അപ്പിന് വന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ആ വൂണ്ട് നല്ലതായിട്ട് ഹീലായിട്ടിരിക്കുക. അപ്പൊ ഇവര് ചോദിച്ചു ഇത് എന്താ നിങ്ങൾ ഉപയോഗിച്ചെന്ന് ചേച്ചിയോട് ചോദിച്ചപ്പോ പറഞ്ഞതിന് പോലെ അമ്മച്ചിയുടെ മോള് തന്ന ഒരു ഓയിന്റ്മെന്റ് ആണ്, ഇതാണ് ഉപയോഗിച്ചത്. അപ്പൊ ഉടനെ അവര് തന്നെ പിന്നെ തിരിച്ചു പറഞ്ഞു അത് തന്നെ നിങ്ങൾ ഉപയോഗിച്ചോ, കാരണം നല്ല റിസൾട്ട് ഉണ്ടല്ലോ, അത് തന്നെ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെ നമ്മൾ ഈ പ്രൊഡക്റ്റിനോട്ടുള്ള വിശ്വാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈ ബിസിനസ്സിലേക്ക് ആക്കിയെടുത്തത്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആയുർവേദം എനിക്ക് ഒട്ടും വിശ്വാസം ഇല്ലാതിരുന്ന, പക്ഷെ ഇത് ഉപയോഗിച്ചപ്പോൾ നമുക്കിത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിലോട്ട് വന്നത്. പിന്നെ എന്റെ മോൾക്കാണേലും ഈ എപ്പോഴും ഈ കഴുത്തിന്റെ ഈ നെക്കിന് ഭയങ്കര സ്റ്റിഫ്നെസ്, അവർക്ക് എപ്പോഴും ഇങ്ങനെ അങ്ങനെ വരാറുണ്ട്. അപ്പം ഒരിക്കലും നമ്മൾ അങ്ങനെ ഈ മരുന്നുകളൊന്നും കൊടുത്താൽ ഒന്നും പറ്റത്തില്ല. ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കല്ല, ആന്റി ഇൻഫ്ലമേറ്ററി എന്തെങ്കിലും കൊടുക്കാതെ അതൊന്നും പറ്റത്തില്ല. പക്ഷെ എന്റെ ഈ വിശ്വാസം കൊണ്ട് എനിക്ക് ഈ 2-3 റിസൾട്ട് ഇങ്ങനെ കണ്ടപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ നമ്മുടെ എന്താ പറയണ്ടേ നമ്മുടെ ചാമ്പി തൈലവും നമ്മുടെ നോവേദന ജെല്ലും കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഞാൻ ആ കഴുത്തിൽ ഒന്ന് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ നോവേദന ക്യാപ്സൂളും കൊടുത്ത് ഞാൻ കിടത്തി. എന്നിട്ട് നേരം വെളുത്തപ്പോഴത്തേക്കും എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു കുഴപ്പമില്ല, കഴുത്ത് നന്നായിട്ട് തിരിക്കാൻ പറ്റുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. കാരണം ഇപ്പം ഇങ്ങനെ വേദന വന്നാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകാതെ നമുക്ക് ഇന്ന് വരെ അത് മാറിയിട്ടില്ല. അപ്പം ഈ ഒരു റിസൾട്ട് കാണുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റിനോടുള്ള വിശ്വാസം അങ്ങനെ കൂടുമായിരുന്നു. അങ്ങനെ എന്റെ കോൺഫിഡൻസ് ലെവലും കൂടി. അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ആൾക്കാരോട് പറയാനുള്ള ഒരു ഭയങ്കര ധൈര്യമായി. കാരണം എനിക്ക് എന്റെ റിസൾട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു ചേച്ചിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, ഞാനിങ്ങനെ വീടിനടുത്തല്ല, ആനിക്കാടാണ്, നമ്മുടെ കുറച്ച് ദൂരമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് കൂടുതലും ഈ ആൾക്കാർക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഇംഗ്ലീഷ് മരുന്ന് ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ അറിയാലോ, ഞാൻ ഈ ഇംഗ്ലീഷ് മരുന്നാണ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക്
ഉണ്ടാകുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ കൂടുതൽ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സൈഡ് എഫക്ട്. നമ്മളിപ്പോ ഷുഗറിനാണെങ്കിലും കൂടുതൽ ടാബ്ലറ്റ് കഴിക്കുമ്പം നമുക്ക് കിഡ്നിക്കൊക്കെ ഒത്തിരി പ്രോബ്ലം വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് മരുന്നുകൾ നമ്മൾ കഴിച്ചാലും ഇപ്പൊ നമ്മൾ BP കഴിക്കുമ്പോൾ ആ സെയിം ടൈം നമ്മൾ BP കുറയുന്നുണ്ടാവും, പക്ഷെ അതേപോലെ തന്നെ നമ്മുടെ പല ഓർഗൻസിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതിന് സൈഡ് എഫക്ട് ഒരുപാടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇത് നമുക്ക് എന്താ പറയണ്ട, സപ്ലിമെന്റ് ആണ്, നമുക്ക് വെൽനെസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല എന്നുള്ള 100% പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് മനുഷ്യരോട്, നമുക്ക് ആൾക്കാരിലോട് നമുക്ക് പറയാൻ പറ്റും ധൈര്യമായിട്ട്. കാരണം നിങ്ങൾ ഇത് യൂസ് ചെയ്തു. കാരണം എനിക്കിത് പറയാൻ പറ്റും. ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനങ്ങ് എന്നോട് പറഞ്ഞാൽ ഞാൻ എന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഒരു ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ പോയപ്പോഴത്തേക്കും ചേച്ചി അനീമിക്ക ആകുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര പെയിലായിട്ട്, ഭയങ്കരമായിട്ട് ഒട്ടും മസിൽ എല്ലാം കൊണ്ട് വീക്കായിട്ട് എപ്പോഴും തലകറക്കം പോലെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവരിങ്ങനെ അവരുടെ വീടിന്റെ വാതിക്കൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു. അപ്പൊ ഞാൻ ആ വീട്ടിൽ എന്തായാലും ഒന്ന് കയറിയേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കയറുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു എന്തിനാ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. സെയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു മനുഷ്യരിലെ കുറച്ച് ആൾക്കാരിൽ ഇത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കും, ഇതിന്റെ ഇത് ചോദിച്ചു വരും. അപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും എന്റെ കയ്യിലോട് ഓടി വന്നിട്ട് ഒരു റൂമിൽ പോയിട്ട് ഒരു 2 ഇതിന്റെ, അതായത് കുറച്ച് നമ്മുടെ സപ്ലിമെന്റിന്റെ ഈ പിന്നെ എന്താ പറയണ്ടേ, ചാമ്പ്യൻ തൈലോ നോവേദന ജെല്ലിന്റെ ഒക്കെ ആ പേപ്പർ ഉണ്ടല്ലോ, അതിന്റെ പുറത്തെ കവറ് അതിങ്ങനെ കീറി എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുക. കാരണം പുള്ളിക്കാരത്തേക്ക് അത് കിട്ടാൻ വേറെ വഴിയില്ല. അപ്പൊ ആരോ പണ്ടെങ്ങനെ കൊടുത്ത് പിന്നെ അവരൊന്ന് ഫോളോ അപ്പ് ചെയ്യോ അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ ഒന്നുമില്ല ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ. അപ്പൊ അവര് കുറെ മെഡിക്കൽ സ്റ്റോറുകളിൽ അന്വേഷിക്കുന്നു, അല്ലാതെ ഉള്ള ആയുർവേദിക് ഹോസ്പിറ്റലിലൊക്കെ പോയാലൊന്നും ഇത് കിട്ടത്തില്ലല്ലോ, നമ്മുടെ ഔട്ട്ലെറ്റിലല്ലേ ഇത് ഉള്ളത്. അപ്പൊ പുള്ളിക്കാരത്തേക്ക് അറിയത്തില്ല ഇത് എവിടെ നിന്ന് വാങ്ങിക്കണമെന്നുള്ള. അപ്പൊ എന്നെ കണ്ടപ്പോഴത്തേക്കും ഇത് ഇങ്ങനെ എടുത്തോണ്ട് വരാം, എന്റെ മോളെ ഇത് വന്നത് വളരെ ഉപകാരമായി, ഞാൻ കുറെ നാളുകൾ കൊണ്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കും, എനിക്ക് ഈ മരുന്ന് എവിടെ നിന്ന് കിട്ടും, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാ കയ്യും കുപ്പി. സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം തോന്നി. അപ്പൊ ഞാൻ എന്നിട്ട് ചേച്ചിക്ക് അനീമിയ മാറാനുള്ള, ആദ്യമേ നമ്മൾ അനീമിക് ആയ ആൾക്ക് നമ്മൾ അവരുടെ ഹീമോഗ്ലോബിന്റെ ലെവൽ കൂട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ കുറച്ച് ഞാൻ നന്നായിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഈ അനിമിക് മാറാനുള്ള നമ്മുടെ അയൺ ഫില്ലിംഗ് സിറപ്പും അതുപോലെ തന്നെ അയൺ ക്യാപ്സൂളും അതിന്റെ കൂടെ ഒരു മുരിങ്ങയും കൂടെ കൊടുത്തിട്ട് ചേച്ചി തൽക്കാലം ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഇതിന്റെ കൂടെ ഒരു 2 to 3 ലിറ്റർ വെള്ളം കുടിക്കണം. കാരണം നമ്മുടെ ടോക്സിൻസ് ഒക്കെ റിലീസ് ആവുന്നത് നമ്മുടെ യൂറിനിൽ കൂടെയാണ്. യൂറിൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ടോക്സിൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലുള്ള ഇതെല്ലാം റിലീസ് ആവും. അപ്പം നന്നായിട്ട് വെള്ളം കുടിച്ച് തന്നെ വേണം. അയൺ ആകുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, അയൺ ടാബ്ലറ്റും ക്യാപ്സൂളും ഒക്കെ കൊടുക്കുമ്പോൾ, ക്യാപ്സൂളും സിറപ്പൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള എന്താ പറയണ്ടേ ഫുഡ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് മരുന്നിൽ നമ്മൾ എന്താ പറയണ്ട അയൺ സിറപ്പ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ പല്ലിനൊക്കെ സ്റ്റെയിൻ പോലൊക്കെ വരും. പക്ഷെ നമ്മുടെ ആയുർവേദിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ അയൺ സിറപ്പ് ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വൈറ്റമിൻ സി കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കണം. കാരണം വൈറ്റമിൻ സി ചിലപ്പോൾ ഒരു ജ്യൂസിന്റെ ഒക്കെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും, നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഒക്കെ പോലെ. അപ്പൊ ഇവിടെ ഇന്ന് ആയുർവേദം ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അങ്ങനെ ഒന്നും ഒരു പ്രശ്നങ്ങളുമില്ല. അങ്ങനെ ഞാനിത് പറഞ്ഞു, ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞു, 3-4 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പം ഭയങ്കര ഹാപ്പിയാ പുള്ളിക്കാരത്ത്. പിന്നെ ഞാൻ അവരുടെ വീട്ടിൽ പോയി കണ്ടു, സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ കുറച്ച് ആ മസിലിന്റെ വീക്ക്നെസ് ഒക്കെ കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പം പോയിട്ട് കുറച്ച് പ്രോട്ടീൻ പൗഡറും, കാരണം മസിലൊക്കെ ഒത്തിരി വീക്കാ, ഒത്തിരി ടയർഡാ, നമുക്ക് കാണുമ്പോ അറിയാം. അങ്ങനെ ഞാനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഓരോ ആൾക്കാരെ നമ്മൾക്ക് കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം, അവര് റിക്കവർ ആകുന്ന കാണുമ്പം നമുക്ക് കിട്ടുന്നതിനേക്കാളും നമുക്ക് മറ്റുള്ളവർക്ക് ഒരു റിസൾട്ട് കാണുമ്പോൾ നമുക്കതിനെ ഭയങ്കര സന്തോഷം തോന്നും, നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. ഞാൻ കൂടുതലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഈ അയൽവക്കത്തും അടുത്തുള്ളവർക്ക് ഞാൻ കൂടുതലും ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ആണ് കൊടുക്കുന്നത്. കാരണം ഇത് ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ അസുഖങ്ങളെ അവർ സപ്രസ് ചെയ്ത് വെക്കുക. കാരണം നമുക്കൊരു പനി വരുന്ന, ജലദോഷം അല്ലെങ്കിൽ ചുമ വരുമ്പോ ഇതിനെ എന്താ പറയണ്ടേ സപ്രസ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ഇതാവണമെങ്കിൽ ആയുർവേദം എന്ന് പറയുമ്പോൾ നമ്മൾ വേരോടെ അതിനെ പിഴുത് കളയുക ചെയ്യണം. നമ്മൾ കുറച്ചൊരു ലോങ് ടൈം നമ്മൾ എപ്പോഴും പറയണം അവരോട്, നമ്മളൊരു മെഡിസിൻ കൊടുക്കുമ്പോൾ ഒരു ടൈം എടുക്കും, അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 months എടുത്ത് മാത്രമേ ഇത് മാറത്തുള്ളൂ. കാരണം ഇതിന്
ഇംഗ്ലീഷ് മരുന്നുകളെ പോലെ പെട്ടെന്നല്ല, അതിന്റെ ആക്ഷൻ വളരെ സ്ലോ ആയിട്ടാണ് വരുന്നതെന്നൊക്കെ ഉള്ള കുറച്ച് നന്നായിട്ട് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇപ്പൊ കൂടുതലും ആൾക്കാർ ഇപ്പം ഇങ്ങോട്ട് ചോദിച്ചു വരും. അപ്പൊ ഞാൻ ആദ്യമൊക്കെ നമ്മുടെ ഇവിടെ എന്താ പറയണ്ട ഒരു ഹോം ഷോപ്പ് പോലെ വെച്ചു ആൾക്കാരെയൊക്കെ വിളിച്ചു. ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പ്രോഡക്റ്റ് ഒക്കെ ഇപ്പൊ നമ്മുടെ ഏരിയയിലൊക്കെ എല്ലാവരും ഈ പേസ്റ്റ് തന്നെ ഉപയോഗിക്കുന്നത്. ആദ്യമൊക്കെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇത് ഉപയോഗിക്കാനും, ഇതെങ്ങനെ ഉപയോഗിക്കാൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. ഇപ്പം പല്ല് തേച്ച് കഴിയുമ്പം അതിന്റെ ആ ഒരു റിസൾട്ട് ഭയങ്കരമാണ്. നമ്മുടെ മോണയുടെ വീക്കവും പല്ലിന്റെ വേദനയും ഒക്കെ പോയി വൈകുന്നേരത്തും ഒക്കെ പോകുന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ പിന്നെ ഇങ്ങോട്ട് ചോദിച്ചു. നമ്മുടെ പള്ളിയിലൊക്കെ ആണെങ്കിലും നമ്മുടെ മഠത്തിലെ സിസ്റ്റേഴ്സ് ഒക്കെ ഇപ്പൊ ഇതാണ് ഉപയോഗിക്കുന്നത്. അവര് മമ്മിയൊക്കെ പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും അവർ പറഞ്ഞു വിടും ഈ പേസ്റ്റ് തന്നെ വേണോന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഫ് സിറപ്പ് ഒക്കെ ആണെങ്കിലും നമ്മൾ വൺസ് അവര് പറയാൻ ഭയങ്കര മടിയാണ് അവർക്കൊക്കെ യൂസ് ചെയ്യാൻ. പക്ഷെ നമ്മളൊന്ന് പറഞ്ഞ് അവരൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഉപയോഗിച്ച് കഴിയുമ്പോഴല്ലോ അവര് തനിയെ വരുവാണ്, ചോദിച്ചു വരാം. നമ്മൾ അങ്ങോട്ട് ഇപ്പൊ ഇറങ്ങി നടക്കേണ്ട ആവശ്യം വരുന്നില്ല, ഇങ്ങോട്ട് ചോദിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇത്രയ്ക്ക് നല്ല പ്രോഡക്റ്റ് ആണല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഈ കവചപ്രാശമൊക്കെ സാധനങ്ങളുടെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പം അവര് പറയുന്നുണ്ട് കർക്കിടക മാസത്തിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് കർക്കിടക മാസത്തിലേക്ക് കുറെ ബുക്കിംഗ് ഇപ്പൊ തന്നെ വന്നു കിടക്കുക. കാരണം ഈ കവചപ്രാശം പോലെയുള്ള ഈ മരുന്നുകൾ ഇതാണല്ലോ. അതുകൊണ്ട് തന്നെ ഹെർബൽ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനകത്ത് നമുക്കും ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡിനാണേലും ഈ പേസ്റ്റ് ഒക്കെ അങ്ങനെ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല. ഞാൻ ഈ ദുബൈക്ക് പോയപ്പോഴത്തേക്കും ഒരു പ്രാവശ്യം പോയപ്പോ ഈ പേസ്റ്റ് എന്റെ ബാഗിലിട്ട് ഞാൻ കൊണ്ടുപോയി. അവിടെ കഴിഞ്ഞ് പുള്ളി ഇതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഒന്നും പറഞ്ഞില്ല. പിന്നെ തിരിച്ച് തന്നെ ഫോൺ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഈ പേസ്റ്റ് എവിടുന്നാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പേസ്റ്റ് ആണ്, നല്ല പേസ്റ്റാ. അപ്പൊ പിന്നെ ഞാൻ കുറെ അവരുടെ റൂമിലേക്കുള്ള ഫ്രണ്ട്സിനും അവർക്കെല്ലാം റെക്കമെൻഡ്, അങ്ങനെ ദുബൈയിലോട്ട് കുറെ സാധനങ്ങൾ അങ്ങനെ. അതാ ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിന്റെ ഒരു വില നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം എനിക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടിയപ്പോഴാണ് ഇതിനകത്ത് വർക്ക് ചെയ്യാനുള്ള ഒരു ഇഷ്ടം എനിക്ക് തോന്നിയത്. ഞാൻ ഇനിയിപ്പൊ ഇത് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്റെ വീട്, അതായത് എന്നെ കെട്ടിച്ചു വിട്ടിരിക്കുന്ന വീടാണ് ഇവിടെ കാഞ്ഞിരപ്പറ്റം. എന്റെ വീട് ആലപ്പുഴയാണ്. അപ്പൊ ആ സൈഡിലോട്ടാണ് കൂടുതലും ഞാൻ പോകുമ്പോ എന്നെ അറിയാവുന്ന ആൾക്കാർ കൂടുതലും ആ സൈഡിലോട്ട് ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ഞാനിങ്ങനെ എന്റെ സെയിലൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കൂടുതലും നമ്മൾ പഠിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഓടിച്ചെന്ന് ഒരു സാധനം കൊടുക്കുന്നതിലുപരി ആദ്യമേ നമ്മൾ അവരെ പറഞ്ഞ് അവരെ മനസ്സിലാക്കുക ഇതെന്താണ്, ആദ്യമേ അവരുടെ രോഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കുക ഫസ്റ്റ്. എന്നിട്ട് വേണം നമ്മൾ അവരോട് പറയാനായിട്ട് ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഒരു മെഡിസിൻ കൊടുത്താൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക റെഗുലർ ആയിട്ട്. അല്ലാതെ നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ചേച്ചിയുടെ കാര്യം പറഞ്ഞു, ആരോ കൊടുത്തു എപ്പോഴോ കൊടുത്തു അവർ പോയി, അവരുടെ ഒരു അഡ്രസ്സ് പോലും ഇല്ല, പുള്ളിക്കാരത്തേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ചെയ്യാതെ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് അവരെ ഫോളോ അപ്പ് ചെയ്ത് വേണ്ട പോലെ ചെയ്തു കഴിഞ്ഞാൽ ഇത് സക്സസ് ആവുക എന്നുള്ളത് 100% നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും.